ഹരി ഹിയർ. അപ്പോൾ ഗൈസ് ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എണീച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ഒരു 3:30-4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈവനിങ് വ്ലോഗിലേക്ക് പോയാലോ. അപ്പോൾ ഗൈസ് ഞാൻ പുറത്ത് വന്ന് ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇരിക്കാൻ പറ്റില്ല ഗൈസ്. ഇവിടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ റോഡ്. അപ്പം നല്ല വണ്ടിയുടെ സൗണ്ട് ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, ഒന്നും കേൾക്കത്തില്ല. നിങ്ങളെൻ്റെ മുന്നത്തെ ഷോർട്സ് വീഡിയോസിലും അങ്ങനത്തെ ഞാൻ ഷോർട്സ് മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ ഷോർട്ട് വീഡിയോസിലൊന്നും എന്നെ കണ്ണട ഇട്ടിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ലല്ലേ. അപ്പം ഞാൻ ഫുൾ ടൈം സ്പെക്സ് വെക്കുന്ന ഒരാളാണ് കേട്ടോ. ഞാനിപ്പം എപ്പോഴും സ്പെക്സ് വെക്കാറുണ്ട്. അപ്പോൾ ഷോർട്സ് എടുക്കുന്ന ടൈമിൽ മാത്രമാണ് ഞാൻ സ്പെക്സൊക്കെ നൈറ്റ് വെക്കാറുള്ളൂ. വൈകുന്നേരത്തെ വെയിലാണോ ഗൈസ് പോകുന്നത്, അത് രാവിലത്തെ വെയിലാണോ പോകുന്നത് എനിക്കറിയില്ല കേട്ടോ. വെറുതെ സൂര്യനെ കണ്ടപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നതന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സൺഡേ, അതായത് ഞാൻ ചില ദിവസങ്ങളിൽ മാത്രമേ തല കഴുകാറുള്ളൂ. അതായത് മീൻ കുളിക്കാറുണ്ട്. തല കഴുകുന്നത് 2-3 ദിവസം കൂടുമ്പോഴേ തല കഴുകാറുള്ളൂ. അപ്പോൾ സൺഡേ ആണ് ഞാൻ താളിയൊക്കെ തേച്ചിട്ട് തല കഴുകാറുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ താളി ആക്കാനുള്ള ടൈമാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് താളി ഉണ്ടാക്കാൻ ചെമ്പരത്തിയുടെ ഇലയും വേണം. അപ്പോൾ നമുക്ക് പോയിട്ട് അത് പറിച്ചിട്ട് വരാം. അപ്പം ഗൈസ് നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയും കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീട്ടിലല്ല കേട്ടോ, ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയിട്ടാണ് ഇത് പറിക്കുക. ഇവിടെ ഇല്ല ചെമ്പരത്തിയൊന്നും. ഇവിടെ വേറെ ഏതൊക്കെയോ ചെടികളാണുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് താളി ഉണ്ടാക്കാം. ഗൈസ് എനിക്കൊരു പപ്ലൂസ് നാരങ്ങ കിട്ടിയിട്ടുണ്ട്. നല്ല മണമുണ്ട് ഗൈസ്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാമെന്ന് പറയട്ടോ. പപ്ലൂസ് നാരങ്ങ എന്നാണ് നിങ്ങൾ പറയുക. നമുക്ക് താളി തേക്കാം. ഞാനിതാ ഫുള്ള് താളിയൊക്കെ തേച്ച് നല്ല പിടിപ്പിച്ച് എല്ലായിടത്തും ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയത്തേക്ക് ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ബാക്കി പണിയൊക്കെ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ ഗൈസിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും മുടിയൊക്കെ സെറ്റായിട്ടുണ്ട്. താളിയൊക്കെ ഉണങ്ങി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആയുള്ളൊരു പണി എന്ന് പറയുന്നത് കുളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് കുളിച്ചിട്ട് വരാം. ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാം. ഓക്കെ, ഹായ്. അപ്പോൾ ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. താളിയൊക്കെ തേച്ച് അടിപൊളിയായിട്ട് കുളിച്ച് ഫ്രഷായി വന്നു. അപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത് ഗൈസ്. ഇത്രയും നേരം കുളിക്കുന്നതിന് മുന്നേ വരെ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നത് ലിപ്സ്റ്റിക് ഇടണ്ടായിരുന്നു ഗൈസ്. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടേ ഉണ്ടായിരുന്നു. എനിക്കതിൻ്റെ ബോധം പോലും ഇല്ലായിരുന്നു.
ഞാൻ വീഡിയോയിൽ എൻ്റെ മുഖം കാണുമ്പോൾ പോലും എനിക്ക് ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല എന്നുള്ളൊരു ഓർമ്മയില്ലായിരുന്നു. ഞാനിപ്പോൾ കുളിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ട് നമ്മളെല്ലാവരും കുളിക്കുമ്പോഴാണല്ലോ നമ്മൾ പലതിങ്ങനെ ആലോചിക്കുക. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ദൈവമേ ഞാൻ ഇത്രയും നേരം വീഡിയോ എടുക്കുമ്പോൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലായിരുന്നല്ലോ എന്ന്. അതുകൊണ്ട് ഇപ്പോൾ കുളിച്ച് വന്നപ്പോൾ ഞാൻ അടിപൊളിയായിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു. അപ്പോൾ ഇനി എൻ്റെ നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞത് എനിക്ക് വിളക്ക് വെക്കാനുണ്ട്. അപ്പോൾ വിളക്ക് വെക്കണം, അത് കഴിഞ്ഞിട്ട് ചായ വെക്കണം, ചായ കുടിക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈവനിങ്ങിൽ വരുന്നത്, ഈവനിങ് റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പം താളിയൊക്കെ തേച്ച് കുളിച്ച് ഏകദേശം മുടിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം വിളക്ക് വെക്കുന്ന വീഡിയോ ഞാൻ എടുക്കുന്നില്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ, മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ട്രൈപോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റാൻഡ് വെച്ചിട്ട് എടുക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള വീഡിയോസൊന്നും. ഇപ്പോൾ തന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഷൂട്ട് ചെയ്താണ് വീഡിയോസൊക്കെ. അപ്പോൾ വിളക്ക് വയ്ക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുക്കുന്നില്ല. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സൺഡേ ഈവനിങ് റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.